മുത്തശ്ശനെ കാണിക്കാൻ വേണ്ടിയിട്ട് ആദർശ് ഓരോ തവണയും നയനോട് സ്നേഹമുള്ളതുപോലെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നയന മുറിയിൽ തുണിയൊക്കെ തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് ആദർശ് കയറി വന്നിട്ട് നിനക്കിവിടെ ഭയങ്കര പണിയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കിവിടെ പണിയൊന്നുമില്ല, ഇതൊക്കെ ഒരു ജോലിയാണോ എന്ന് നയന ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശനോട് നിൽക്കുന്നത് ആദർശിന് അറിയാമായിരുന്നു കേട്ടോ. തോളത്ത് കൈയും വെച്ചുകൊണ്ട് ആദർശ് പറയാണ്, എനിക്ക് നിന്നോട് നല്ല സ്നേഹമുണ്ട്, പക്ഷെ അത് നീ തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം എന്ന് ആദർശ് പറയുന്നുണ്ട്. നയനയ്ക്ക് ഒന്നും മനസ്സിലാവാതെ കണ്ണും തള്ളി നയന നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മുത്തശ്ശൻ പോയോ എന്ന് ആദർശ് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തച്ഛൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ആദർശ് തള്ളി വിട്ടിട്ട് ബാക്കി പണി തീർക്ക്, ഇത്രയും നേരം വേണോ ഇതൊക്കെ ചെയ്യാൻ, പെട്ടെന്ന് ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുമ്പം നയന കലിപ്പിച്ച് ആദർശിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ആദർശനോട് ചോദിക്കുകയാണ്, എന്താ ആദർശിട്ടാ ശരിക്കും പ്രശ്നം? ഞാൻ 2 ദിവസമായിട്ട് ശ്രദ്ധിക്കുകയാണ്. അന്നാ പൊങ്കാലയുടെ ദിവസം മുതൽ മുത്തശ്ശനെ കൊണ്ട് ആശുപത്രി വന്ന ദിവസം മുതൽ ഞാൻ ശ്രദ്ധിക്കുക, എന്തോ ആദർശമായിട്ടൊരു മാറ്റമുണ്ട്. എന്നോട് ഇടയ്ക്കിടയ്ക്ക് സ്നേഹം കാണിക്കും, പെട്ടെന്നത് മാറും. എന്താ ഇങ്ങനെയൊക്കെ, എന്താ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയാണ്, എനിക്ക് തൽക്കാലം ഒരു കുഴപ്പമില്ല, നീയായിട്ട് കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. നയന പറയാണ്, അല്ല, നിങ്ങളുടെ അമ്മയുടെ മുമ്പിൽ വെച്ച് പോലും എന്നെ നിങ്ങൾ പുകഴ്ത്തി പറയുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളത് മാറ്റി പറയുകയും ചെയ്യും. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും നിങ്ങൾക്ക് എന്നോട് പ്രണയം തുടങ്ങുകയും പിന്നെ അത് മാറ്റി പറയുകയും ചെയ്യും. എന്താ ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അപ്പോൾ ആദർശ് പറയണം, നീ ഇപ്പോൾ ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി, ആദ്യം നിന്റെ ജോലി ചെയ്യുക, എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ എന്നും പറഞ്ഞിട്ട് ആദർശ് പോവാണ്. ഞാൻ ആലോചിക്കുകയാണ്, ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ ആദർശമായിട്ട് ഇങ്ങനൊന്നും പെരുമാറില്ല എന്നിങ്ങനെ ആലോചിക്കുകയാണ്. ഇതേ സമയത്ത് അനി വന്നിട്ട് നയനയുടെ കാര്യമൊക്കെ ദേവനോട് പറയുമ്പോൾ ദേവനി പറയണ, നീ ഒന്നും മിണ്ടണ്ട, നീയും അവളുടെ സൈഡില്ലേ. അപ്പോൾ അനി ചോദിക്കുകയാണ്, വലിയമ്മ എന്ന് ആലോചിച്ച് നോക്കി, ദേവേനി ചേട്ടത്തി എന്ത് ഏട്ടത്തി എന്ത് തെറ്റിയിട്ടാ ഇങ്ങനെ എല്ലാവരും കൂടി ആ ചേച്ചിനെ ഉപദ്രവിക്കുന്നേ? അപ്പം ദേവേനി ചോദിക്കുകയാണ്, ആര് എന്ത് ഉപദ്രവിച്ച് നീ പറഞ്ഞത്? ചെയ്യുന്നത് മുഴുവനും അവളല്ലേ, അവളീ വീട്ടിൽ വന്ന കയറിപ്പിന്നെ ഒരു സമാധാനം ഉണ്ടായിട്ടില്ല. അപ്പോഴേക്കും അനി ചോദിക്കുകയാണ്, ആ ഏട്ടത്തിയോട് എല്ലാവരും സ്നേഹമായിട്ട് പെരുമാറാൻ തന്നെ തീരാവുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അതാരും ചെയ്തില്ലല്ലോ, പിന്നെ ചേച്ചീനെ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നേ? അപ്പോഴും ദേവേനി പറയാണ്, നീയും അവളുടെ സൈഡിലല്ലേ. അനി പറയാണ്, ചേച്ചി ഇതുവരെ തെറ്റൊന്നും ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നില്ല, ചേച്ചിയുടെ കാര്യം നോക്കി ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? ജലജാപ്പച്ചയല്ലേ ചേച്ചിയുടെ മണ്ഡപത്തിലേക്ക് പിടിച്ചു കയറ്റിയതും ഈ ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നതൊക്കെ. പിന്നെ നയനേച്ചി കുറ്റം പറഞ്ഞാൽ എന്താ ചെയ്യാമെന്ന് ചോദിക്കുകയാണ്. വേണ്ട, നീ ഒന്നും പറയണ്ട, നിന്റെ ചേട്ടനുണ്ടല്ലോ എൻ്റെ മോൻ, അവനോ ഇപ്പോൾ ഇവനോ അതിലപ്പുറം അവൻ്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് അവൻ അവളെ സന്തോഷിപ്പിക്കുകയും സൂചിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിൽ എൻ്റെ മുമ്പിലേക്ക് വരുമ്പോഴോ അവൻ എന്നെ സന്തോഷിപ്പിക്കുക, രണ്ടുപേരുടെ ഇടയിൽ കിടന്നുകൊണ്ട് അവൻ നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാണ്. അതിന് പിന്നിൽ തക്കതായ എന്തൊരു കാര്യമുണ്ട്, അല്ലാതെ ആദർശ് അങ്ങനൊന്നും ചെയ്യില്ല എന്ന് നയനെ എന്നിങ്ങനെ ദേവേനി പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനെയാണ്. മുത്തശ്ശൻ ആദർശനോട് ചോദിക്കുകയാണ്, നീ ഇപ്പോൾ കാണിക്കുന്ന നയനോടുള്ള സ്നേഹമൊക്കെ യാഥാർത്ഥ്യമല്ലെന്ന് ചോദിക്കുമ്പോൾ, അതെന്താ മുത്തശ്ശ, എൻ്റെ സ്നേഹത്തിൽ നിന്ന് കള്ളത്തരം ഉള്ളതായിട്ട് മുത്തശ്ശന് തോന്നുന്നുണ്ടോ? അല്ല, എൻ്റെ മനസ്സിൽ ആരോടോ കള്ളവോ ഒന്നുമില്ല, എല്ലാവരും ഞാൻ സ്നേഹിക്കുന്നത് സത്യസന്ധമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്നോട് കള്ളത്തരം കാണിച്ചാലും ഞാൻ അതൊക്കെ വിശ്വസിക്കും. നിനക്ക് എന്നെക്കുറിച്ച് അറിയാമല്ലോ. പക്ഷേങ്കിൽ അവരെന്നെ വഞ്ചിക്കുകയാണെന്ന് അറിഞ്ഞാൽ ഞാൻ തകർന്നു പോകുന്നു പറയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം നിങ്ങളുടെ സ്നേഹമുള്ളതുപോലെ അഭിനയിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയണം, അല്ല മുത്തശ്ശ, അവളോട് എനിക്ക് ശരിക്കും സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ അമ്മയെ ഓർക്കുമ്പം അമ്മയ്ക്ക് നയനെ ഇഷ്ടമില്ലല്ലോ, അതുകൊണ്ട് മാത്രമാ ഞാനിപ്പോൾ ഇങ്ങനെ അവളോട് അകന്ന് നിൽക്കുന്നേ എന്ന് ആദർശ് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, അതെന്തായാലും സാരമില്ല, നീ അവളെ പൊന്നുപോലെ സ്നേഹിക്കണം, നീ അവളെ സ്നേഹിക്കുകയാണെന്ന് അറിയുമ്പോൾ നിന്റെ അമ്മ നിന്റെ വഴിക്ക് വന്നോളും എന്ന് മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് ആദർശിനെ പിടിച്ചിട്ട് നയന നന്നായിട്ടൊന്ന് കുടയുന്നുണ്ട് കേട്ടോ. സത്യം ആദർശേട്ട, എന്താ കാരണം? ഇതിന്റെ പിന്നില് എന്തോ ഒരു കാരണമുണ്ട്, അല്ലാതെ ആദർശേട്ടൻ ഇങ്ങനെ ടിപ്പിക്കലായിട്ടൊന്നും പെരുമാറില്ല. എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. 2-3 മാസമായില്ലേ നമ്മൾ ഒരേ മുറിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങളുടെ കുറച്ചൊക്കെ സ്വഭാവമൊക്കെ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്റെ കൂടെ ആഹാരം കഴിക്കുക, എനിക്ക് വാരി തരിക, ഇത്രയും നാളും ദേഷ്യത്തോടെ പെരുമാറുന്ന എന്നോട് എന്നിട്ട് കോലം നല്ലതാണെന്ന് പറയുക, എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുക, എല്ലാവരും മുമ്പ് ചെന്ന് പൊക്കി പറയുക, എന്നെ കെട്ടിപ്പിടിക്കുക, എന്നോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, ഇതെല്ലാം എന്തൊക്കെയോ കാരണം കൊണ്ടാണെന്ന് എന്റെ ഉള്ളിൽ തോന്നല്. എന്താ ആദർശിട്ട കാരണം എന്ന് ചോദിക്കാൻ കേട്ടോ. ഇതേ സമയത്ത് മുത്തശ്ശൻ ആദർശ് കാണാതെ വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. ആദർശ് ചോദിക്കുകയാണ്, എന്ത് കാരണം? ഒരു കാരണവുമില്ല, ഞാൻ സ്നേഹിക്കുന്നത് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നേരത്തെ എന്റെ സ്നേഹം ഞാൻ വെളിപ്പടിയായിട്ട് കാണിക്കത്തില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാനത് പുറമേ കാണിക്കുന്നുണ്ട്, നിനക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിയിട്ട്. പക്ഷെ നീ അത് വിശ്വസിക്കാത്തത് എന്റെ കുഴപ്പമല്ലല്ലോ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ നയനെ പറയാണ്, ആരുടെ കുഴപ്പമാണെങ്കിലും അല്ലെങ്കിലും ഇതിലെന്തോ ഒരു കള്ളത്തരം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സത്യം പറ ആദർശേട്ടാ, അല്ലെങ്കിൽ ആദർശേട്ടന്റെ അമ്മേനെ ഒരിക്കലും തള്ളി പറയില്ല. ആ കോലം വരച്ചുകൊണ്ടിരുന്നപ്പോ ആദർശേട്ടൻ എന്നോട് പറഞ്ഞില്ലേ, ആദ്യം വന്നിട്ട് പറഞ്ഞു, ഇതൊക്കെയാണോ ഒരു കോലം, എന്തൊരു ഡിസൈനാന്ന്. പക്ഷെ 5 മിനിറ്റ് മുത്തശ്ശൻ വന്ന ആ സെക്കൻഡ് തന്നെ നിങ്ങള് പ്ലേറ്റ് മാറ്റി പറഞ്ഞു, ഞാനിട്ട ഡിസൈൻ വളരെ ഭംഗിയാണെന്നും എനിക്ക് എന്തോ ഐശ്വര്യം തന്നിട്ടുണ്ട് ദൈവം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ. അതുപോലെ തന്നെ
നിങ്ങൾ അന്നേ ദിവസം എന്നെ ഇറക്കി വിട്ട് ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ലെന്ന് പറഞ്ഞ് വിട്ട് നിങ്ങൾ തന്നെ എന്റെ പിന്നാലെ വന്ന് എന്റെ കയ്യിൽ പിടിച്ച് എന്നെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നു. എനിക്ക് ഇന്നേ വരെ എന്റെ അടുത്തിരുന്ന പോലും ഭക്ഷണം കഴിക്കാത്ത ആള്, ഞാൻ ഭക്ഷണം കഴിച്ചെന്ന് ചോദിക്കാത്ത പോലെ ആള് എനിക്ക് ഭക്ഷണം വാരി തരുന്നു. എന്തൊക്കെയോ മർമായങ്ങൾ സംഭവിച്ചു. എന്താ സത്യം ആദർശേട്ടാ? അന്ന് മുത്തശ്ശനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയപ്പം മുത്തശ്ശന് വല്ലോ വലിയ വലിയ മാറാ രോഗമാണെന്നല്ലോ ഡോക്ടർ പറഞ്ഞു. ഇനി അതിന്റെ പേരിൽ വല്ല മുത്തശ്ശനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണോ ചെയ്തത് എന്ന് നയനെ ചോദിക്കുമ്പോഴേക്കും ആദർശം ഞെട്ടുന്നുണ്ട് കേട്ടോ. മനസ്സിലാലോചിക്കാണ്, ഈശ്വര ഇവൾ എന്തൊരു ജന്മമാ. നടന്ന സംഭവങ്ങൾ അപ്പടി തന്നെ ഇവക്ക് അറിയാലോ. ഇവക്കെന്താ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വല്ല ശക്തിയുമുണ്ടോ എന്ന് ആദർശനെ മനസ്സിൽ കരുതി പറയാണ്. അതെ, എന്റെ മുത്തശ്ശന് യാതൊരു കുഴപ്പമില്ല. ഇനി നീയായിട്ട് പറഞ്ഞ് ഉണ്ടാക്കാതിരുന്നാ മതി. പിന്നെ ഞാൻ ഈ കണ്ടുന്ന സ്നേഹമൊക്കെ നിനക്ക് കള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ഇനി ഞാൻ മോനെ സ്നേഹിക്കാൻ വരുന്നില്ല, നിന്റെ അടുത്തോട്ട് പോലും വരുന്നില്ല. അപ്പോഴേക്കും നയനെ പറയാണ്, അയ്യോ അങ്ങനൊന്നും പറഞ്ഞ് പിണങ്ങല്ലേ, ഞാൻ അതുകൊണ്ടൊന്നും പറഞ്ഞല്ല, എന്നെ വിശ്വസിക്ക്, ഞാൻ സത്യമായിട്ട് അങ്ങനെ പറഞ്ഞല്ല. നിങ്ങൾക്ക് നിങ്ങൾ എന്റെ ഭർത്താവല്ലേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് എനിക്ക് എന്തുമാത്രം ഇഷ്ടമാണെന്ന് അറിയാം. പക്ഷെ എന്നെ അവോയ്ഡ് ചെയ്യുന്ന എനിക്ക് സഹിക്കാൻ വയ്യാത്തത് എന്നിങ്ങനെ നയനെ പറയുമ്പോൾ ആദർശ് പറയണ, എത്രയൊക്കെ സ്നേഹിക്കാൻ വന്നാലും ഇതല്ലേ അവസ്ഥ, നീ എന്നെ വിശ്വസിക്കില്ലല്ലോ. നയനെ പറയണ, അല്ല എന്റെ മനസ്സിൽ സംശയം തോന്നി ചോദിച്ചു നല്ലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് നയനെ സംസാരിക്കുന്നതൊക്കെ മുത്തശ്ശൻ അവിടെ നിന്ന് കേൾക്കാണ്. മുത്തശ്ശൻ എന്നിട്ട് ആ ഒരു ബാൽക്കണി അവിടെ നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കാണ്, ശരിക്കും അവന്റെ സ്നേഹം സത്യമാണോ അതോ എന്നെ കാണിക്കാൻ വേണ്ടി അഭിനയിക്കുന്നതാണോ എന്നൊക്കെ കേട്ടോ. അപ്പൊ അതിനുശേഷമാണ് ആദർശ നയന അയൺ ചെയ്ത ഡ്രസ്സ് തന്നെ എടുത്തിട്ടുണ്ട് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി ചെല്ലുന്നത്. അപ്പൊ നയന ഇങ്ങനെ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ മുത്തശ്ശന്റെ മനസ്സിന് ചെറിയ സംശയം ഉണ്ടാകുന്നുണ്ട്. അതായത് ആദർശ അഭിനയിക്കുകയാണോ എന്നുള്ള കാര്യത്തില്. ആദർശ് തന്നെ കാണിക്കാൻ വേണ്ടി തനിക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി അഭിനയിക്കുന്നതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മുത്തശ്ശന് ആദർശ് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പിടിച്ചു ചേർത്ത് ചോദിക്കുകയാണ്, ആദർശേ നീ ഇപ്പൊ നയനോട് കാണുന്ന സ്നേഹമൊക്കെ സത്യമാണോ എന്ന്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അതെന്താ മുത്തശ്ശ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, എനിക്കൊരു ഡൗട്ട് പോലെ. ഞാന് അറിഞ്ഞോണ്ടല്ല, എങ്കിലും നിങ്ങളുടെ മുറിയിലെ സംസാരം ഞാൻ കേട്ടു. നയന ചോദിച്ചതുപോലെ തന്നെ എനിക്കെന്തോ മാറാരോഗം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നീ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്ന്. അവളെ ഈശ്വരഭക്തിയുള്ള കുട്ടിയാ, അവളുടെ മനസ്സിലേക്ക് എല്ലാം തെളിഞ്ഞു വരും എന്നെ മുത്തശ്ശൻ ആവശ്യമില്ലാതെ പൊക്കി പറയാനട്ടോ. അപ്പോഴേക്കും ആദർശ് പറയാണ്, അങ്ങനൊന്നുമില്ല മുത്തശ്ശ, സത്യമായിട്ടും ഞാൻ അവളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്. മുത്തശ്ശന് അങ്ങനെ തോന്നിയോ എന്ന് പറയുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊക്കെ തോന്നി എന്ന് പറയുമ്പോഴേക്കും സത്യമായിട്ടും അങ്ങനൊന്നുമില്ല, എനിക്ക് അവളുടെ ശരിക്കും ഇഷ്ടം തന്നെയാ, പക്ഷെ അമ്മയുടെ പേടി കാരണം എന്നൊക്കെ ആദർശ് മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശന് കുറെയൊക്കെ ആദർശിനെ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ എല്ലാ ദിവസവും രാവിലെ നമ്മൾ റിവ്യൂ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് റിവ്യൂ വന്നതിന് ശേഷം ഉച്ച കഴിഞ്ഞ് നമ്മൾ അത് ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വോയിസ് ഓവർ ചെയ്യാൻ താല്പര്യമുള്ളത് നമ്മുടെ ചാനലിലേക്ക് ഇന്ന് മെസ്സേജ് അയക്കണം കേട്ടോ. സിനിമ, സീരിയൽ, അതുപോലെ തന്നെ മറ്റുള്ളതിൻ്റെയൊക്കെ റിവ്യൂസ് ചെയ്യാൻ താല്പര്യം, വോയിസ് ഓവർ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിൽ ഒന്ന് കമന്റ് ഇടുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.